ഹലോ ഗൈസ്, ദിസ് ഈസ് അന്ന. SSCയുടെ 2025 ടെൻഡേറ്റീവ് കലണ്ടർ വന്നതോടുകൂടി താരമായിട്ട് മാറിയ ഒരു പോസ്റ്റിനെ പറ്റി നമുക്ക് സംസാരിക്കാം. ദറ്റ് ഈസ് കോൺസ്റ്റബിൾ ഡൽഹി പോലീസ്. ഇത് കോൺസ്റ്റബിൾ ഡ്രൈവർ മെയിലിൻ്റെ നോട്ടിഫിക്കേഷനാണ്. SSC റിലീസ് ചെയ്ത് 2022 ലാസ്റ്റ് ടൈം ദില്ലി പോലീസ് ഡ്രൈവറിൻ്റെ റിക്രൂട്ട്മെൻറ്റ് നടന്നത്. അതിനുശേഷം ഇനി 2025 നടക്കാൻ പോകുന്നത്. ഇത് 8/7/2022 ആപ്ലിക്കേഷൻ റിലീസായി. ഒക്ടോബർ 22 CBT ഉണ്ടായിരുന്നു. ഇവിടെ പറയുന്നത് ഡൽഹി പോലീസിലേക്ക് കാൻഡിഡേറ്റ്സിനെ ഓൾ ഓവർ ഇന്ത്യയിൽ നിന്നാണ് അവർ എടുക്കുന്നത്. പോസ്റ്റിംഗ് ഡൽഹിയിൽ മാത്രമായിരിക്കും, ട്രാൻസ്ഫറബിൾ ജോബ് അല്ല. പക്ഷേ നമുക്ക് എക്സാം ഓൾ ഓവർ ഇന്ത്യ എഴുതാൻ കഴിയും. ഓക്കെ, ദ എക്സാമിനേഷൻ വിൽ ബി അഡ്വർടൈസ്ഡ് ബൈ SSC. ബാക്കിയുള്ള എക്സാമുകളെ പോലെ തന്നെ SSCയുടെ വെബ്സൈറ്റിൽ ഈ ജോലിയുടെ പോസ്റ്റിംഗ് വരുന്നതായിരിക്കും. നമുക്ക് ബാക്കി എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അതുപോലെ നമുക്ക് അപ്ലൈ ചെയ്യാം. ഓൺലൈൻ മോഡാണ് അപ്ലൈ ചെയ്യേണ്ടത്, ഓഫ്ലൈൻ മോഡല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ SSCയുടെ സൈറ്റ് വഴി മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. CBT ഇംഗ്ലീഷിലും ഹിന്ദിയിലും മാത്രമായിരിക്കും. SSCയുടെ എക്സാമുകളെല്ലാം റീജിയണൽ ലാംഗ്വേജുകളിലുണ്ട്. പക്ഷേ ദില്ലി പോലീസിൻ്റെ എക്സാം ഇംഗ്ലീഷിലും ഹിന്ദിയിലും മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. PMT ഒക്കെ നടത്തുന്നത് ദില്ലി പോലീസ് ആയിരിക്കും. അവരുടെ ഗ്രൗണ്ടിൽ വെച്ചാണ്, അല്ലാതെ ഒരു സ്റ്റേറ്റിലും ഇല്ല. PMTയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ SSC പ്രൊവൈഡ് ചെയ്തേക്കുന്ന ഒരു ടൂൾ വഴി എന്ന് പറഞ്ഞാൽ ദില്ലി പോലീസിൻ്റെ സൈറ്റ് വഴിയായിരിക്കും നമുക്ക് ബാക്കി ഇൻഫർമേഷൻസ് ഒക്കെ കിട്ടുന്നത്. SSCയുടെ സൈറ്റ് വഴി നമ്മൾ അപ്ലൈ ചെയ്യും, CBT നടക്കും. അതിനുശേഷം PMTയുടെ നോട്ടിഫിക്കേഷനും റിസൾട്ടുകളും മെഡിക്കലിൻ്റെ ഡേറ്റും ബാക്കി ഡീറ്റെയിൽസ് എല്ലാം തന്നെ ദില്ലി പോലീസിൻ്റെ വെബ്സൈറ്റിലായിരിക്കും വരുന്നത് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. PWD കാൻഡിഡേറ്റ്സിനും ഫീമെയിൽസിനും അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. PMTയുടെ സമയത്ത് ഒറിജിനൽ ഡോക്യുമെന്റ്സ് കാണിക്കേണ്ടതായിട്ടുണ്ട്. പേ ലെവൽ 3 ആണ്. 21,700, 69,100 എന്ന് പറഞ്ഞാൽ 45,000, 50,000 രൂപ സാലറിയാണ്. അടുത്ത പേ കമ്മീഷൻ വരുമ്പോഴത്തേക്കും ഇത് 65,000 തൊട്ട് 70,000 രൂപ വരെയാവും. കാരണം 2025 ആപ്ലിക്കേഷൻ വിളിക്കും. ഫൈനലൈസേഷൻ എന്ന് പറഞ്ഞാൽ കട്ട് ഓഫ് ഒക്കെ കഴിഞ്ഞല്ല, ഫൈനൽ കട്ട് ഓഫ് വരുന്നത് 2026 ഡിസംബറോട് കൂടിയായിരിക്കും. അപ്പോഴത്തേക്കാണ് അടുത്ത പേ കമ്മീഷൻ വരും. ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യം 2022 1411 വേക്കൻസി ആയിരുന്നു ടോട്ടൽ ഉണ്ടായിരുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ തന്നിട്ടുണ്ട്. 1270, 141 എക്സ് സർവീസ്മാൻ ആയിരുന്നു കേട്ടോ. ഓപ്പൺ 1270, അങ്ങനെ ടോട്ടൽ 1411 വേക്കൻസീസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇനി കാൻഡിഡേറ്റ്സിൻ്റെ ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 1/7 വെച്ചാണ് കേട്ടോ. അപ്പോൾ 22 വന്നു, ഇനി 25 വരും. ഇവിടെ 1/7 25 ആയിരിക്കും. 21-നും 30-നും ഇടയിൽ വയസ്സുണ്ടായിരിക്കണം. ഈ ഏജിന് ഈ ഡേറ്റ് അനുസരിച്ചായിരിക്കും അവർ ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ റിലാക്സേഷൻ ഉണ്ട്. ആർക്കൊക്കെ? SC STക്ക് 5 വയസ്സ് എന്ന് പറഞ്ഞാൽ 21 തൊട്ട് 35 വയസ്സ് വരെ. OBCക്ക് 21 തൊട്ട് 33 വയസ്സ് വരെ. എക്സ് സർവീസ്മാനും 3 വർഷത്തെ റിലാക്സേഷൻ ഉണ്ട്. സ്പോർട്സ് പേഴ്സണ് 5 വർഷത്തെ റിലാക്സേഷൻ. പിന്നെ ഡിപ്പാർട്ട്മെന്റ് കാൻഡിഡേറ്റ്സിന് 40 വയസ്സ് വരെ, 45 വയസ്സ് വരെയൊക്കെ അപ്ലൈ ചെയ്യാം. ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ദില്ലി പോലീസിൽ ജോലി ചെയ്യുന്നവർക്ക്. ബാക്കി കോൺസ്റ്റബിളിൻ്റെ പോസ്റ്റ് പോലെ ദില്ലി പോലീസിലുള്ള അവരുടെ മക്കൾക്കോ MDS ആയിട്ട് ദില്ലി പോലീസ് ജോലി ചെയ്യുന്നുള്ള മക്കൾക്കോ യാതൊരുവിധ റിലാക്സേഷനും ഇവിടെ ഏജിൽ കിട്ടത്തില്ല. സാധാരണ കോൺസ്റ്റബിളിന് 18 തൊട്ട് 25 വരെ ചോദിക്കുകയാണെങ്കിൽ ദില്ലി പോലീസിൻ്റെ മക്കൾക്ക് 18 തൊട്ട് 30 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. പക്ഷേ ദില്ലി പോലീസ് ഡ്രൈവർ വേക്കൻസിയിൽ അത് സാധ്യമല്ല. അതുപോലെ നമ്മൾ താഴോട്ട് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ ജനറൽ ഡീറ്റെയിൽസ് ആണ് കേട്ടോ. SSCയുടെ ഫോർമാലിറ്റീസ് ആണ് ഇതൊക്കെ. ക്വാളിഫിക്കേഷൻ 12 പാസ് ആയിരിക്കണം. ഹെവി വെഹിക്കിൾ ലൈസൻസ് ഉണ്ടായിരിക്കണം. വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ് ഫോർ ഹെവി മോട്ടോർ വെഹിക്കിൾ ആസ് ഓൺ ക്ലോസിംഗ് ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ. ആപ്ലിക്കേഷൻ നമ്മൾ അയക്കുമ്പോഴേ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഡീറ്റെയിൽസ് അതിനകത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ലൈസൻസ് ഇല്ലാത്തവർ ലൈസൻസ് എടുത്ത് വെക്കണം. ലൈറ്റ് അല്ല, ഹെവി തന്നെ വേണം, കമ്പൽസറി ആണ്. ലൈറ്റ് മോട്ടോർ വെഹിക്കിളിൻ്റെ ലൈസൻസ് കിട്ടുന്നത് പോലെ എളുപ്പമല്ല ഹെവിയുടേത്. ലൈറ്റ് എടുത്തതിന് ശേഷം 1 വർഷം കഴിഞ്ഞാലേ നിങ്ങൾക്ക് ഹെവി എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഹെവി എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് LMVയുടെ ലൈസൻസ് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഇനി LMV എടുത്തിട്ട് ഹെവി എടുത്തിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല.
മെയിൻ്റെനൻസ് ഓഫ് വെഹിക്കിളിൻ്റെ കുറച്ച് നോളജ് ഉണ്ടായിരിക്കണം. ഇതിനകത്ത് വലിയ കട്ടിയായിട്ടൊന്നുമില്ല, ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ ചോദിക്കത്തില്ല. വൈവ ഉണ്ട് ട്രേഡ് ടെസ്റ്റിന് സമയത്ത്. ട്രേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി ഓടിച്ച് കാണിക്കണം. അപ്പോൾ ഒരു ചെറിയ ഇൻ്റർവ്യൂ ഉണ്ട്, അതിൻ്റെ സമയത്ത് ഈ നോളജ് ആവശ്യമാണ്. അതിനെ നമ്മൾ വൈവ എന്നാണ് വിളിക്കുന്നത്. ഇനി NCC സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കാണെങ്കിൽ കൺസെഷൻ ഉണ്ട്, മാർക്ക് കേട്ടോ. 5%, 3%, 2% ഇങ്ങനെ സർട്ടിഫിക്കറ്റ് അനുസരിച്ച് മാർക്കുകൾ കിട്ടും. ബെനിഫിറ്റ് ഓൺലി വിൽ ബി ഗിവൺ ഇൻ പ്രൊഡക്ഷൻ ഓഫ് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കാണിക്കണം കേട്ടോ, അത് കമ്പൽസറിയാണ്. ഹൗ ടു അപ്ലൈ? SSCയുടെ സൈറ്റ് വഴിയാണ് നമ്മൾ ആപ്ലിക്കേഷൻ അയക്കുന്നത്. SSCയുടെ സൈറ്റിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല എങ്കിൽ പുതിയ സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണം കേട്ടോ. NIC ഇത് പഴയ സൈറ്റാണ്, nic.in. ഇപ്പോൾ ssc.gov.in ആണ് സൈറ്റ്. ഇനി രജിസ്ട്രേഷൻ ഫീസ് 100 രൂപയാണ്, റീഫണ്ടബിൾ അല്ല. SC STക്ക് ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല. ഇനി താഴോട്ട് നോക്കിയാണ് കറക്ഷൻ സമയം തരും കേട്ടോ, അത് 200 രൂപ ഫീസ് ഉണ്ട്. കറക്ഷനൊന്നും വേണ്ടി വെയിറ്റ് ചെയ്യരുത്, എല്ലാം കറക്റ്റായിട്ട് തന്നെ ആപ്ലിക്കേഷൻ അയക്കണം. ഇനി എക്സാം സെൻറ്റേഴ്സ് എല്ലാ റീജിയനിലും ഉണ്ട്. ഇത് നമ്മുടെ കേരള, കർണാടക റീജിയനിൽ കേരളയിലുണ്ട്. ഓരോ ഡിസ്ട്രിക്റ്റിലും കാണും കേട്ടോ. ഇവിടെ ദാണ്ടോ ഏതൊക്കെ ഡിസ്ട്രിക്റ്റ് ഉണ്ടെന്ന് ഇവിടെ ഉണ്ട്. കണ്ണൂരുണ്ട്, കൊല്ലമുണ്ട്, കോട്ടയം, കോഴിക്കോട്, തൃശ്ശൂർ, തിരുവനന്തപുരം എന്നീ ഡിസ്ട്രിക്റ്റുകളിലാണ് എക്സാംസ് ഉള്ളത്, എക്സാം സെൻറ്റേഴ്സ് ഉള്ളത്. അങ്ങനെ ഓരോ സ്റ്റേറ്റിലും ഉണ്ട്. 3 സെൻറ്റേഴ്സിന് നിങ്ങൾക്ക് ഓപ്ഷനായിട്ട് കൊടുക്കാൻ പറ്റും. പിന്നെ അതൊന്നും ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ, ഓൺ ടൈം ആണ് അതൊക്കെ. സ്കീം ഓഫ് എക്സാമിനേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. CBT ഉണ്ട് ആദ്യം എന്ന് പറഞ്ഞാൽ ഓൺലൈൻ എക്സാമിനേഷൻ ഉണ്ട്. CBT ഒബ്ജക്റ്റീവ് ടൈപ്പാണ്, 100 മാർക്കിൻ്റെ. PMT ഉണ്ട്, ഓട്ടവും ചാട്ടവും, അതുപോലെ തന്നെ മെഷർമെൻറ്റും. ട്രേഡ് ടെസ്റ്റ് ഉണ്ട്. ട്രേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി ഓടിച്ച് കാണിക്കണം. മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ട്. ഇതൊക്കെയാണ് ഷെഡ്യൂൾ എക്സാമിൻ്റെ. ഇനി എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്? ജനറൽ അവയർനെസ് 20 മാർക്കിൻ്റെ, ജനറൽ ഇൻ്റലിജൻസ് 20 മാർക്കിൻ്റെ, മാത്സ് 10, അതുപോലെ തന്നെ റോഡ് സെൻസ് 50 എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ടോപ്പിക്കാണ്. ഈസിലി 45 തൊട്ട് 50 മാർക്ക് വരെ സ്കോർ ചെയ്യാവുന്ന ഒരു ടോപ്പിക്കാണിത്. വേറെ ഒരു എക്സാമിനും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഈ എക്സാമിന് പ്രിഫറൻസ് കൊടുക്കുന്നത് തന്നെ. ദില്ലി പോലീസാണ്, കോൺസ്റ്റബിളിനെ പോലെ ഹെക്ടിക് അല്ലാത്തൊരു ജോലിയാണ്, യൂണിഫോംഡ് ജോബാണ്. സാലറി കോൺസ്റ്റബിളിൻ്റെ സെയിം ആണ്. ട്രെയിനിങ് 3 മാസത്തേ ഉള്ളൂ. കോൺസ്റ്റബിളിന് 9 തൊട്ട് 1 വർഷത്തെ ട്രെയിനിങ് ഉണ്ടെങ്കിൽ ഇവർക്ക് 3 മാസമേ ഉള്ളൂ. അപ്പോൾ 100 മാർക്കിൻ്റെ ടോട്ടൽ എക്സാം ആണ്. 0.25 മാർക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. അതുകൊണ്ട് പ്ലീസ് അറിയാവുന്ന മാത്രം ചെയ്യണം. നെഗറ്റീവ് മാർക്കിൽ ചുമ്മാതെ പോകും. അങ്ങനെ 4 നിങ്ങൾ ക്വസ്റ്റ്യൻ റോങ് ആയിട്ട് ചെയ്യുമെങ്കിൽ 1 മാർക്ക് അങ്ങ് മാറും. പോയിന്റ്സിനാണ് കോമ്പറ്റീഷൻ. അതുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ പോലും തെറ്റ് വരാതെ നോക്കണം, ചെയ്യുന്നത് കറക്റ്റായിട്ട് ചെയ്യണം. ഇനി ഓട്ടമുണ്ട് 1600 മീറ്റർ 7 മിനിറ്റ് കൊണ്ട് ഓടണം. ലോങ് ജമ്പ് ഉണ്ട് 12.5 ഫീറ്റ്, ഹൈ ജമ്പ് ഉണ്ട് 3 ഫീറ്റ്. 3 ചാൻസ് വീതം തരും കേട്ടോ. ലോങ് ജമ്പിന്, ഹൈ ജമ്പിന്. ഓട്ടത്തിന് ഒരു ചാൻസേ ഉള്ളൂ. ഓട്ടം കഴിഞ്ഞാൽ ഉടനെ ഹൈ ജമ്പ്, ലോങ് ജമ്പും ഉണ്ട്. അതുകൊണ്ട് ഓട്ടവും ചാട്ടവും ഒക്കെ ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്തോൾ, അല്ലെങ്കിൽ കാലിൽ മസിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് നിങ്ങൾ പെട്ടെന്ന് ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ അവിടെ ഹൈ കോമ്പറ്റീഷൻ ആണ്. പെട്ടെന്നൊന്നും പ്രാക്ടീസ് ചെയ്തിട്ട് കയറാൻ നിങ്ങൾ വിചാരിക്കണ്ട. കാരണം ഈ 12.5 അടിയൊക്കെ ചാടണമെങ്കിൽ ഇത്തിരി പാടാ. 3.5 ഫീറ്റൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ഹൈറ്റാണ്. കാലിന് നല്ല നീളം ഉണ്ടെങ്കിൽ ഈസിലി ചെയ്യാൻ പറ്റത്തുള്ളൂ. ഹൈറ്റ് 170 സെൻറ്റിമീറ്റർ ആണ്. റിലാക്സബിൾ ബൈ 5 സെൻറ്റിമീറ്റർ. ആർക്കൊക്കെയാണ്? STക്ക് മാത്രം. അതുപോലെ ഡൽഹി പോലീസിൽ ജോലി ചെയ്യുന്നവരുടെ മക്കൾക്കും, ഡൽഹി പോലീസിൽ MTS ആയിട്ട് ജോലി ചെയ്തവരുടെയോ മക്കൾക്ക് 165 സെൻറ്റിമീറ്റർ മതി ഹൈറ്റ്. ബാക്കിയുള്ളവർക്കെല്ലാം 170 സെൻറ്റിമീറ്റർ വേണം. URന് 70 സെൻറ്റിമീറ്ററും STക്കും ഡൽഹി പോലീസിലുള്ളവരുടെ മക്കൾക്കും 165 സെൻറ്റിമീറ്ററും. അതുപോലെ 81 സെൻറ്റിമീറ്റർ ആണ് ചെസ്റ്റ്. അവിടെയും സെയിം റിലാക്സേഷൻ ആണ്. ഇവിടെ പറഞ്ഞതുപോലെ തന്നെ റിലാക്സേഷൻ ഉണ്ട് ഇവിടെ STക്കും. സൺസ് ഓഫ് സെർവിങ് റിട്ടയേർഡ് ഓർ ഡിസീസ്ഡ് ഡൽഹി പോലീസ് പേഴ്സണൽ, MDS ഓഫ് ഡൽഹി പോലീസ്. ഓക്കെ, ഡൽഹി പോലീസാണ് PMTയും മെഡിക്കലും ഒക്കെ നടത്തുന്നത്. ട്രേഡ് ടെസ്റ്റ് അവരുടെ ഗ്രൗണ്ടിൽ തന്നെ ആയിരിക്കും. ഡൽഹി പോലീസിന്റെ അവരുടെ ഗ്രൗണ്ടിൽ വെച്ച് തന്നെയായിരിക്കും. ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ ട്രേഡ് ടെസ്റ്റ് ചെയ്യാൻ അവർ സമ്മതിക്കത്തില്ല കേട്ടോ. അത് ഡിജി ലോക്കർ വഴി ഒറിജിനാലിറ്റി ചെക്ക് ചെയ്യും. നോർത്ത് ഇന്ത്യയിലൊക്കെ ഫേക്ക് ലൈസൻസ് ഒത്തിരി ഉള്ളത് കൊണ്ട് തന്നെ അവർ എല്ലാം ചെക്ക് ചെയ്യും.
150 മാർക്കിൻ്റെയാണ് ട്രേഡിംഗ് ടെസ്റ്റ്. അത് ക്വാളിഫയിങ് നേച്ചറാണ്. അതിൻ്റെ മാർക്ക് ഫൈനലിൽ ആഡ് ആവത്തില്ല, ജയിച്ചാൽ മാത്രം മതി. അതിൻ്റെ ഡ്രൈവിംഗ് ടെസ്റ്റ് ലൈറ്റ് മോട്ടർ, ഫോർവേഡ്, റിവേഴ്സ്, പാർക്കിംഗ്. ഹെവിയുടെ അതുപോലെ തന്നെ. ദില്ലി പോലീസിൻ്റെ വണ്ടികളാണ് കേട്ടോ, വേറെ വണ്ടികളൊന്നുമില്ല. ബസ് ഉണ്ടായിരുന്നു, ട്രക്ക് ഉണ്ടായിരുന്നു, ചെറിയ വാൻ ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഇതൊക്കെയായിരുന്നു അന്നുണ്ടായിരുന്നത്. പിന്നെ നോളജ് ഓഫ് റോഡ് സെൻസ്, റോഡിൻ്റെ കാര്യങ്ങൾ കുറച്ചറിയുന്നത്. വൈവയിൽ അവർ ചോദിക്കും ക്വസ്റ്റ്യൻസ്, 25 മാർക്കിൻ്റെ. അത് ഈസി ആയിരുന്നു, വളരെ ഈസി ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. മെഡിക്കൽ എക്സാമിനേഷൻ ഡൽഹി വെച്ചായിരിക്കും നടക്കുന്നത്, ഹോസ്പിറ്റൽ ഇൻ ഡൽഹി. ഇത്രയൊക്കെ ഉള്ളൂ. ബാക്കി ഇതൊക്കെ ജനറൽ കാര്യങ്ങളാണ്. എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണം, അതുപോലെ തന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, PMD നടക്കുമ്പോൾ ഡോക്യുമെന്റ്, നിങ്ങളുടെ ഒറിജിനൽ ഡോക്യുമെന്റ്സ് അവിടെ പ്രസന്റ് ചെയ്യണം, ഫോട്ടോ കോപ്പി സഹിതം. എന്നാൽ മാത്രമേ അതിനൊക്കെ സമ്മതിക്കത്തുള്ളൂ. ഇതൊക്കെ ജനറൽ കാര്യങ്ങളാണ്. ഇതിനകത്ത് കാര്യമായിട്ടൊന്നുമില്ല. ബേസിക് കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ നോട്ടീസിൻ്റെ താഴെ തന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതൊക്കെ ഇൻഫർമേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ടാവും അവർ. കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഒക്കെ എങ്ങനെ ഉണ്ടാക്കണേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു ഗൈസ്, ബൈ ബൈ.